ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിലവിൽ നമ്മളെ മാർക്കറ്റിനെ ഭരിക്കുന്നത് സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാം. ഫണ്ടമെൻ്റൽസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കയറ്റിറക്കങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഇറാൻ-US സംഘർഷം തുടങ്ങിയതിന് ശേഷം ഈ രീതിയിലുള്ള ഒരു വളറ്റിലിറ്റി പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റൽ ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടത് എത്ര പോയിൻ്റ് ആണോ കയറിയത് അത്ര തന്നെ പോയിൻ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,450 ഏകദേശം 315 പോയിൻറ്റിൻ്റെ ഒരു ഇടിവോടെയാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള മൂവിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇറാൻ അവരുടെ ന്യൂക്ലിയർ ടോക്സ് കണ്ടിന്യൂ ചെയ്യാൻ US-ഉമായിട്ട് തയ്യാറാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ്. യഥാർത്ഥത്തിൽ ആ വാർത്ത യുദ്ധത്തിന് മുമ്പ് നടന്ന ഇറാൻ-US പീസ് ടോക്സുമായി ബന്ധപ്പെട്ട പഴയൊരു വാർത്ത ആരോ കോട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇറാൻ അത് നിഷേധിച്ചിരുന്നു. പക്ഷേ ആ വാർത്തയുടെ ഒരു പിൻബലത്തിലാണ് മാർക്കറ്റിൽ ഒരു മുന്നേറ്റം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ വാർത്ത മാനിപ്പുലേറ്റ് ചെയ്ത ഒരു വാർത്തയായിട്ടാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ വ്യാപകമായിട്ട് മാർക്കറ്റിൽ കാണും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇന്നലത്തെ ആ വാർത്ത വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലും വെട്ടിലാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇറാൻ-US സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൈസ് അത് ഇന്ന് $90 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 20 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റിക്കവറി നടക്കണമെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കാര്യമായിട്ട് താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പഴയ നിലയിലേക്ക് 70 എന്നുള്ള പ്രൈസ് റേഞ്ചുകളിലേക്ക് വന്നാലായിരിക്കും ഒരുപക്ഷെ മാർക്കറ്റിൽ ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഇതുകൂടാതെ നമുക്കറിയാം മാർക്കറ്റിൽ ഇന്നലെയൊക്കെ FIAസിൻ്റെ ശക്തമായ സെല്ലിംഗ് നമുക്ക് കാണാൻ കഴിയും. ഇന്നും 6000 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് അവർ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മാസം അവർ എല്ലാ ട്രേഡിംഗ് സെഷനിലും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. മൊത്തത്തിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവർ 15,800 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ വരെ അവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം DIAസിൻ്റെ ബൈയിങ് 25,000 കോടിക്ക് മുകളിലാണ്. അപ്പോൾ DIAസിന് എങ്ങനെയാണ് ഇത്ര വലിയ എമൗണ്ട് ബൈ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം DIAസിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ എത്തുന്ന സിപ്പ് വഴിയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മണി ഫ്ലോ ആണ് അവർക്ക് വലിയ ഒരു ബൈയിങ് പവർ കൊടുക്കുന്നത്. ഇപ്പോൾ ജനുവരി മാസത്തെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 30,000 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് സിപ്പ് വഴി വരുന്നത്. അത് ഫെബ്രുവരി മാസം ഏകദേശം അതേപോലെ തന്നെ 31,000 കോടി എന്ന ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ 2 മാസങ്ങളിൽ അവർ ബൈ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 93,000 95,000 കോടിക്ക് മുകളിലാണ്. അതായത് സിപ്പ് വഴി വരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഫണ്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റിന് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു മാർച്ച് മാസം കൂടി എടുക്കുകയാണെങ്കിൽ DIAസിൻ്റെ ബൈങ് ഏകദേശം 1.5 ലക്ഷം കോടിക്ക് അടുത്ത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സിപ്പ് വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലേക്ക് വരുന്ന തുക എന്ന് പറയുന്നത് അവരുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏകദേശം 60 മുതൽ 65% വരെയാണ്. ബാക്കി വരുന്ന DIAസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായിട്ടും EPF അതായത് നമ്മൾ പ്രൊവിഡൻസ് ഫണ്ട് വഴി വരുന്ന നിക്ഷേപങ്ങളാണ്. ഇതുകൂടാതെ നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്ന് വരുന്ന നിക്ഷേപങ്ങൾ, അതുപോലെ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പണം പൂർണ്ണമായിട്ടും ഈക്വിറ്റിയിലേക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ധാരാളമായിട്ട് മാർക്കറ്റിൽ ഫണ്ട് ഇറക്കാറുണ്ട്. പ്രത്യേകിച്ച് ലിക്വിഡ് ഫണ്ടുകളിലും ഡെറ്റ് ഫണ്ടുകളിലും ഒക്കെ പാർക്ക് ചെയ്ത പണം അവർ ഇപ്പോഴായിരിക്കും കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അതുകൊണ്ടാണ് DIAസിൻ്റെ ബൈയിങ് പവർ ഇത്ര അധികം വർദ്ധിച്ചത്. അപ്പോൾ ഇത് കാരണമാണ് നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അമേരിക്ക ഇന്ത്യക്ക് 30 ദിവസത്തെ ഒരു ഇളവ് നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് വൻതോതിൽ ഏകദേശം നമ്മുടെ മൊത്തം പർച്ചേസിൻ്റെ 30% റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയുടെ സാങ്ഷൻസ് വരുന്നത്. അപ്പോൾ ബ്രണ്ട് ക്രൂഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യക്ക് ആ ക്രൂഡ് ഓയിൽ കിട്ടിയത് ബാരലിന് $20 മുതൽ $30 വരെ വില കുറഞ്ഞുകൊണ്ടാണ് അത് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ കൂടുതലായിട്ട് റഷ്യയിൽ നിന്നും ഓയിൽ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിലവിലിപ്പോൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ പ്രീമിയം വിലയിൽ $5-6 അധികം പെർ ബാരലിന് കൊടുത്തുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ റഷ്യൻ ക്രൂഡ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്ര നാളും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത്
കോസ്റ്റ് സേവിങ്ങിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ വാങ്ങുന്നത് എണ്ണയുടെ ക്ഷാമം ഇല്ലാതാക്കാനും എണ്ണയുടെ അവൈലബിലിറ്റി ഉറപ്പാക്കാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക ഈ രീതിയിൽ ഒരു ഇളവ് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗുണഫലം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അവിടെ ചില പ്ലസ് പോയിന്റുകളുണ്ട്. കാരണം റഷ്യൻ ഓയിൽ വ്യാപകമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ബ്രണ്ട് ക്രൂഡിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ അത് ഒരു പരിധിവരെ നമ്മൾ സഹായിക്കും. കൂടാതെ നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ റഷ്യൻ കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് അടുപ്പിക്കാനാണ് ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ റിഫൈനറികളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ സാധിക്കും. ദൂരെ നിന്നുള്ള എണ്ണ പർച്ചേസ് നമ്മൾ ഇനിയും കുറേ കാത്തിരുന്നതിന് ശേഷമേ അത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഓയിൽ റിസർവ് വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കും. കോസ്റ്റ് വൈസ് വലിയ ബെനിഫിറ്റ് ഇല്ലെങ്കിലും ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ഭയാനകമായ ക്ഷാമത്തിൻ്റെ ആ ഒരു ഭീഷണിയിൽ നിന്നും ഇന്ത്യക്ക് ഒഴിവാക്കാൻ കഴിയുമെന്ന് നമുക്കിവിടെ ആശ്വസിക്കാം. ഇതേപോലെ ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത് കാര്യമായിട്ടുള്ള ഇടിവ് നടന്ന സെക്ടർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് സെക്ടറാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പുതിയ നിർദ്ദേശങ്ങളാണ് ഈ ഒരു ക്രാഷിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റിസർവ് ബാങ്ക് നൽകിയിട്ടുള്ള പുതിയ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അവർ നിർബന്ധമായിട്ട് ചില ഇൻഷുറൻസ് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഹൗസിംഗ് ലോണൊക്കെ എടുക്കുമ്പോൾ ആ ലോണ് തിരിച്ചടവ് നൽകാനാവാതെ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈടാക്കാൻ വേണ്ടിയിട്ട് അതിനെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഇവർ ഓട്ടോമാറ്റിക്കായി ഈ ലോണിൻ്റെ കൂടെ നൽകാറുണ്ട്. അത് വളരെ ഫോഴ്സ് ചെയ്തിട്ടാണ് നൽകാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബാങ്കിന് വലിയ തോതിലുള്ള ഒരു കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. ഇത് ബാങ്കിൻ്റെ വലിയൊരു വരുമാന സ്രോതസ്സാണ്. ഇത് കൂടാതെ തെറ്റായ രീതിയിൽ ഈ രീതിയിൽ ഇൻഷുറൻസ് വിറ്റു എന്ന് തെളിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ആ തുക മുഴുവൻ തിരികെ കൊടുക്കണമെന്ന് മാത്രമല്ല ബാങ്കുകളിൽ നിന്ന് വലിയ പലിശ ഈടാക്കാനും നഷ്ടപരിഹാരം ഈടാക്കാനുമുള്ള പ്രൊവിഷൻസാണ് RBI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ആപ്പുകൾ വഴിയും വെബ്സൈറ്റുകൾ വഴിയും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഷുറൻസ് ടിക്ക് മാർക്ക് ചെയ്യുന്ന രീതി അതും ഇനി അനുവദിക്കുന്നില്ല എന്ന് RBIയുടെ നിർദ്ദേശത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബാങ്കുകളുടെ വരുമാനം കുറയുമെന്ന് മാത്രമല്ല ഇൻഷുറൻസ് കമ്പനികളുടെയും വരുമാനം വലിയ തോതിൽ കുറയുന്നുണ്ട്. ഇതുകൂടാതെ ഒരാൾക്ക് ഇൻഷുറൻസ് നൽകണമെങ്കിൽ അവിടെ കൂടുതലായിട്ടുള്ള പരിശോധനകൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചെക്കിന് ഇങ്ങനെ ആവശ്യമായിട്ടുള്ള പ്രവർത്തന ചെലവും വർദ്ധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് കൺസ്യൂമേഴ്സിന് നല്ല ഗുണകരമായ ഒരു കാര്യമാണ്. കാരണം ഈ രീതിയിലുള്ള അനാവശ്യമായ ഇൻഷുറൻസുകൾ നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു രീതി അവസാനിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റിനും പ്രത്യേകമായിട്ടുള്ള കൺസെൻറ്റ് വാങ്ങിക്കൊണ്ട് മാത്രമേ ബാങ്കുകൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും പണം ഈടാക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായ കൺസെൻറ്റ് നേടിക്കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഇത് ഫൈനാൻഷ്യൽ മേഖലയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ സഹായിക്കും. എന്നാൽ നിലവിലിപ്പോൾ അത് ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രോഫിറ്റ് മാർജിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മളിന്ന് മാർക്കറ്റിൽ റെയിൽവേ സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം നടന്നതായിട്ട് കാണാം. അവിടെ ഇർക്കോൺ ഇൻ്റർനാഷണലും RVNL നല്ലൊരു മുന്നേറ്റം ഇന്ന് പ്രകടമായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം RVNL ഈ ഇർക്കോണും തമ്മിൽ മേർജ് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട് എന്ന വാർത്തയാണ്. അപ്പോൾ ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലയിപ്പിക്കാനുള്ള ഫോർമലായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ NDTV പ്രോഫിറ്റ് അതുപോലെ PSU കണക്ട് പോലെയുള്ള ന്യൂസ് ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം RVNL ആയാലും ഇർക്കോൺ ആയാലും പ്രവർത്തിക്കുന്ന ഒരേ മേഖലയിലാണ്. കൺസ്ട്രക്ഷനും റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങുമാണ് ഇവരുടെ പ്രധാന ജോലി. ഇപ്പോൾ രണ്ടുപേരും പലപ്പോഴും ഒരു പ്രൊജക്റ്റിന് രണ്ടുപേരും ബിഡ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി കോമ്പറ്റേറ്റീവായിട്ട് ബിഡുകളിൽ പങ്കെടുക്കുവാനും ഈ ഒരു മേർജറിലൂടെ ഗവൺമെൻറ്റിനെ സഹായിക്കും. അപ്പോൾ ഈ വാർത്ത പറഞ്ഞതോടെ ഈ രണ്ട് ഓഹരികളിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു ഉയർച്ച അത് എക്സ്ചേഞ്ചുകൾ വിശദീകരണം ചോദിച്ചപ്പോൾ ഇർക്കോൺ നൽകിയുള്ള ഒരു വിശദീകരണം നിലവിൽ ഇത്തരത്തിലുള്ള ഒരു മെർജറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻസോ കമ്പനി തലത്തിൽ നടക്കുന്നൊന്നുമില്ല, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമാണിതെന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ മിനിസ്ട്രി ലെവലിൽ ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നുണ്ട്. കാരണം ഈയിടെയാണ് PFCയും RECയും ഇതേപോലെ ലയിപ്പിക്കാനുള്ള തീരുമാനം വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രപ്പോസൽ മാത്രമാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും വന്നിട്ടില്ല. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ വാർത്ത സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടുകളിൽ നോക്കുകയാണെങ്കിൽ അത് 24,500 സപ്പോർട്ട് എടുക്കാതെ താഴോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട മേജർ സപ്പോർട്ട് 24,300 എന്ന ലെവലിലാണ്. ആ ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ പിന്നെ 24,000 മേജറായിട്ടുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട്. അതുപോലെ അപ്സൈഡ് റെസിസ്റ്റൻസ് 24,800, 900 ലെവലിലാണ്. അപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് 2 ഡേ സാറ്റർഡേ സൺഡേ വീക്കെൻഡാണ്. അപ്പോൾ കഴിഞ്ഞ ഇതേപോലെ സാറ്റർഡേ സൺഡേയിലാണ് യുദ്ധം ആരംഭിച്ചത്. ഇപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള വലിയ അറ്റാക്കൊക്കെ നടക്കാറുള്ളത് ഈ സാറ്റർഡേ സൺഡേകളിലാണ്. കാരണം ഇത് വേൾഡ് വൈഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റുകളെ ബാധിക്കാതിരിക്കാനാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടും ഇന്ന് ചിലപ്പോൾ മാർക്കറ്റിൽ ആരും ഓവർനൈറ്റ് പൊസിഷൻ സൂക്ഷിക്കുന്നുണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ മാർക്കറ്റ് ഇടിവുണ്ടായത്.
ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഷെയർ ആണുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.